നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം, ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജപം മാരുതതുല്യവേഗം, ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം, വാദാത്മജം വാനരയൂഥമുഖ്യം, ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആദിത്യ ഹൃദയം മന്ത്രഭാഗമാണിന്ന് ചൊല്ലേണ്ടത്. സന്താപനാശകരായ നമോ നമ, അന്ധകരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇത്യമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും. കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാതരോപാന്തേ മരുവിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തു, ആകുലമെന്നിയെ തീർന്നടത്തിയിടു നീ. മാരുതി തേരതിവേഗേന കൂട്ടിനാൻ, ഏതുമേ ചഞ്ചലമില്ലത ശാസ്യനും. മൂടിപ്പൊടി കൊണ്ടു ദിക്കുമുടൻ കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം. രാത്രിഞ്ചരൻ്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുദാനാധിപൻ വാചികൾ തമ്മയും മാതലി തന്നെയുമേറെ എയ്തിയിടിനാൻ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായഗജാലം പൊഴിച്ചവയും മുറി ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞു മകന്നും വലം വെച്ചും ഏറ്റമിടം വെച്ചും മുട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗദി കൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം, ഉണ്ടാകയുമില്ലീ വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാൻ. നന്നെന്നു തെളിഞ്ഞു നാരദൻ. പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാൻ. വാദമടങ്ങി പറഞ്ഞിതു സൂര്യനും, മേധിനി താനും വിറച്ചിതു പാരമായി. പാദോനിധിയുമിളകി മറഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാൻ. അമ്പുതിയോടൊന്നെതിർക്കിലും അമ്പരമമ്പരത്തോടെതിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാൻ ദേവാദികളുമന്നേരത്തു രാഘവൻ. രാത്രിഞ്ചരൻ്റെ തലയൊന്നറുത്താൻ ധാത്രിയിലിട്ടാനതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല. കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ. ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊട്ടു വാട്ടമില്ലെന്നു വിചിത്രമേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തലപത്തിനും. രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ മകരാക്ഷൻ ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തതിനിഷ്ടരാമിവനെ കൊല്ലുവാൻ മടി. ഉണ്ടായതീ ദശകണ്ഠനെ കൊല്ലുവാൻ ഉപായമേതുമെന്നീശ്വരാ. ചിന്തിച്ചു രാഘവൻ പിന്നെയുമ ദശകന്ധരൻ മെയ്യൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേല ആവോളം. കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരൻ ഉണ്ടായതുള്ളിലാരും നിനവിനന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരണന്തരം. മാതുലിതാനും തൊഴുതു ചൊല്ലിയിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ
മുന്നമഗസ്ത്യതപോതനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ചകൽ പ്രഭോ പൈതാമഹാസ്ത്രമായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നോ പറഞ്ഞതോ നീയത് നീതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരഞ്ച വസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസഭക്രിയാജവിച്ചയച്ചീടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പുക്കു. ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നുടെ തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടു. ബാണവുമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാൻ. ഉൽപ്പന്നമോദേന വാനവരെ വരും അർക്കകുലോദ്ഭവൻ മൂർധനീ മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെയുദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പാവനനും. നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേഹേന താപമകഴ്ന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. ശേഷിച്ച രാക്ഷസരോടിയകം പൊക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജന്മാരുതീ നീലാംഗദാദിയാം മർക്കടവീരരുമാർത്തു പുകഴ്ത്തിയിടിനാൻ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രത്തരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ. മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരാ മഹാശയനോചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർക്കൊഴുക്കാവതും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാം. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്ത നന്നായി മരിച്ചു മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതാതുമേ. നന്നല്ലതു പരലോകത്തിനും സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം പോരിൽ മരിക്കുന്നതെന്നോർക്കേണമേ. പോരിൽ മരിച്ച പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നീ യോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങിയതവനിന്നെനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാം. ശ്രീരാമൻ്റെ രാജ്യഫലമാണ്. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു. വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. വൈദവ്യ ദുഃഖം വനിതമാർക്കൊല്ലൊരു വ്യാധി ഭയവുമൊരു തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ തരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനുമുണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരധാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽപരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ശ്രീരാമൻ സീതാദേവിയോടുകൂടി രാജഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തുകയും പരിപാവനമായ കീർത്തി ലോകത്ത് എല്ലായിടത്തും എത്തുകയും ലോകത്തിലെ പ്രജകൾക്ക് മുഴുവൻ പരിപൂർണമായ സുഖം നൽകിക്കൊണ്ട് ശ്രീരാമൻ ലോകരെ പരിപാലിക്കുന്ന ഭാഗമാണ്. തുടർന്ന്
നല്ല ഭരണമുണ്ടായാൽ എങ്ങനെയായിരിക്കും രാജ്യമെന്ന് രാമായണത്തിൻ്റെ ഫലത്തിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ഒരിക്കലും വൈധവ്യ ദുഃഖം സംഭവിക്കുകയില്ല, രോഗഭയം ആർക്കും ഉണ്ടാകില്ല. പിന്നെയോ ഭൂമി സസ്യസമൃദ്ധമായിരിക്കും, കള്ളന്മാരുടെ ഉപദ്രവം ഒരിടത്തും ഉണ്ടാകില്ല, ബാലമരണം എവിടെയും സംഭവിക്കില്ല, മഴ യഥാസമയം വന്നുകൊണ്ടേയിരിക്കും. എല്ലാ മനുഷ്യരും ശ്രീരാമ പൂജയിൽ മാത്രം തൽപരരായി കഴിഞ്ഞു. അവർ ശ്രീരാമനെ നിരന്തരം ധ്യാനിച്ച് വർണ്ണാശ്രമധർമ്മങ്ങളിൽ മാറ്റമില്ലാതെ എല്ലാവരും അവരവരുടെ വർണ്ണങ്ങൾ ആശ്രമധർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാവരും പരസ്പരം സഹാനുഭൂതികളായി മാറിത്തുടങ്ങി. നല്ല കാര്യം മാത്രം എല്ലാവരും വിചാരിക്കും. പരസ്ത്രീകളെക്കുറിച്ചോ ദുർവിചാരത്തെക്കുറിച്ചോ ആരും അന്യരെ നോക്കുന്ന ചിന്ത പോലും ആരിലും ഇല്ലാതെ കണ്ടാകുക. പിതാവ് പുത്രന്മാരെ എന്ന പോലെയാണ് ശ്രീരാമൻ പ്രജകളെ സംരക്ഷിച്ചത്. ലോകസുഖം പോലും നിസ്സാരമായി തോന്നും. വൈകുണ്ഠ ലോകത്തിന് തുല്യമായിട്ടാണ് ശ്രീരാമൻ രാജ്യം ഭരിച്ച കാലഘട്ടമെന്ന് നമുക്കവിടെ പറഞ്ഞു തരികയാണ്. നല്ല രാജാക്കന്മാർ രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ളതായ ആപത്തുകളും സംഭവിക്കില്ലെന്ന് ഒരു സൂചനയാണ് നമുക്കവിടെ പറഞ്ഞു തരുന്നത്. തുടർന്ന് ഈ രാമായണം 32 ദിവസം നമ്മൾ വായിച്ചു. കണ്ണൂർ വിഷൻ ചാനലിലൂടെ പലരും രാവിലെയും വൈകുന്നേരവുമായിട്ടൊക്കെ രാമായണ പാരായണം കേട്ടവരാണ്. ഇനി നമ്മൾ വായിക്കുന്നത് രാമായണത്തിൻ്റെ ഫലശ്രുതിയെക്കുറിച്ചാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യനജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സത്യപ്രദം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്തിയാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുദ്ധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിൽ ആതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായിടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രീസുതൈക്കുപദേശിച്ചിതാതരാൽ. നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭിഷ്ടമെന്നിങ്ങനെ. ബദ്ധമോദം പരമാർത്ഥിതമൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം. രാമായണത്തിൽ ഈ രാമായണം വായിച്ചാലുള്ള അല്ലെങ്കിൽ രാമായണം കേട്ടാലുള്ള ഫലശ്രുതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് തീരുന്നത്. അവിടെ പറയുന്നത് ശ്രീ പരമേശ്വരൻ പറയപ്പെട്ട അതിശ്രേഷ്ഠമായിരിക്കുന്ന ഈ അധ്യാത്മ രാമായണം പഠിക്കുന്ന മനുഷ്യന് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിശിഷ്ടമായിരിക്കുന്ന ഈ കൃതി പഠിക്കുന്നവർക്ക് നല്ല മിത്രങ്ങളെ ലഭിക്കും. ധനവാനാകണമെങ്കിൽ ഇത് വായിച്ചാൽ മതി. പിന്നെയോ ശത്രുനാശമുണ്ടാകാൻ ഈ രാമായണം വായിച്ചാൽ മതി. ആരോഗ്യം വർദ്ധിക്കാൻ രാമായണ പാരായണം കൊണ്ട് സാധിക്കും. പിന്നെയോ ദീർഘായുസ്സുണ്ടാകും. അതുപോലെ തന്നെ മഹാപാപങ്ങളിൽ നിന്ന് പോലും മോചിതനാകാൻ രാമായണം കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനം, അങ്ങനെ പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് സൽപുത്രന്മാരുണ്ടാകും. വിശിഷ്ട വ്യക്തികളുടെ അംഗീകാരം ലഭിക്കും. വിദ്യ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യ ലഭിക്കും.
രാമായണ പാരായണം കേട്ടാൽ തന്നെ അവർക്ക് നല്ല സന്താനങ്ങളുണ്ടാകും. ഇങ്ങനെ ധാരാളം തടസ്സങ്ങളെല്ലാം ജയിക്കാനും വലിയ ദുഃഖമുള്ളവന് സുഖമുണ്ടാകാനും ഭയന്നവൻ നിർഭയനായി മാറാനും രോഗബാധിതൻ രോഗമുക്തനാകാനും ആദിഭൗതികവും ആദിദൈവീകവും ആധ്യാത്മികവുമായ ദുഃഖങ്ങളെല്ലാം രാമായണ പാരായണം കൊണ്ട് നേടാൻ വേണ്ടി സാധിക്കും. ശ്രവണം കൊണ്ടും പഠനം കൊണ്ടും ഇത്തരം ദുഃഖങ്ങളെല്ലാം ഇല്ലാതെ കണ്ടാകാൻ രാമായണത്തിൻ്റെ ഭാഗങ്ങളിലൂടെ സാധിക്കുമെന്ന് പറയുകയും ദേവന്മാരും പിതൃക്കളും താപസന്മാരും വളരെ വേഗം രാമായണം വായിക്കുന്നതിലൂടെ പ്രസാദിക്കുമെന്ന് പറയുക മാത്രമല്ല എല്ലാ പാപങ്ങളും നശിക്കാനും ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നേടാൻ രാമായണത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത അധ്യാത്മ രാമായണം നിത്യവും മനഃശുദ്ധിയോടുകൂടി ഗുരുഭക്തിയോടുകൂടിയിട്ട് ആരാണോ ഭജിക്കുന്നത് അവർക്ക് ഈ ജന്മത്തിൽ നിന്ന് എല്ലാ തീരാത്ത ദുഃഖങ്ങളും കടന്ന് യശസ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ണൂർ വിഷൻ ചാനലിലൂടെ ഈ 32 ദിവസവും രാമായണ പാരായണം ശ്രവിക്കുകയും ആ രാമായണത്തിലൂടെ പോകാനും സാധിച്ചവർക്ക് ശ്രീരാമചന്ദ്ര പെരുമാളുടെ അനുഗ്രഹമുണ്ടാകട്ടെ, ഹനുമൽ ദേവൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഉപരി ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രം രാമായണമല്ല, എല്ലാ കാലഘട്ടവും രാമായണ പാരായണം നടക്കണം. നമുക്കറിയാം ഇനി ചിങ്ങമാസമാണ് വരുന്നത്. ആ ചിങ്ങമാസത്തിൽ കൃഷ്ണപ്പാട്ടാണ് ആലപിക്കേണ്ടത്. എല്ലാ വീടുകളിലും കൃഷ്ണപ്പാട്ട് പാരായണം ചെയ്യേണ്ടത് ചിങ്ങമാസത്തിലാണ്. ചിങ്ങമാസത്തിൽ കൃഷ്ണപ്പാട്ട്, കർക്കിടക മാസത്തിൽ രാമായണം, കാലം നീളെ ജ്ഞാനപ്പാന. ഇങ്ങനെ എല്ലാ ആധ്യാത്മികമായ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യാനാണ്. രാമായണം വായിച്ചതുകൊണ്ട് ധനവാനാകുമെന്നല്ല, ധനമില്ലെങ്കിലും ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകാൻ ഒരു ആധ്യാത്മിക ഫലം നമുക്ക് നേടാൻ ഇത്തരം പാരായണങ്ങളെ കൊണ്ടും സത്സംഗങ്ങളെ കൊണ്ടും സാധിക്കുമെന്നാണ് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. ഹരേ രാമ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ വർഷത്തെ രാമായണ പാരായണം നമുക്ക് പൂർത്തീകരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഹേതദ്ധിരാമായണം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ.